നമ്മുടെ റെസിപ്പി ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഈ ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ മിക്കവർക്കും ഇഷ്ടമില്ലാത്തൊരു ദോശയാണ്. അതെന്താന്ന് വെച്ചാൽ ക്രിസ്പി ഇല്ലാത്ത കാരണം. ഇന്ന് നമ്മൾ ഗോതമ്പ് ദോശ അരിദോശ പോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോണേ. 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് റവ, 1/4 കപ്പ് കടലമാവ്, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർക്കാം. ലാസ്റ്റൊക്കെ കലക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുമ്പോൾ ദോശ നല്ല കളറായിട്ട് കിട്ടും കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ട് വരാം. എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെള്ളം ഇനി വേണോ ഉള്ളത്. ഇനി നമുക്കിത് നല്ലോണം അരച്ചെടുത്തിട്ട് വരാം. അരച്ച മാവ് ഒരു ബൗളിലേക്ക് ചേർക്കാം. ജാറ് കഴുകിയ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക. ഗോതമ്പ് മാവ് കലക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ദോശമാവിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ ഗോതമ്പ് മാവ് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മാവ് പാകം. അതുപോലെ അരയ്ക്കുമ്പോൾ വെള്ളം ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ. ഈ പാകം വേണം നമുക്ക് മാവ്. മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ റവ ചേർത്ത കാരണം മാവ് നല്ല സോഫ്റ്റായി കിട്ടണം. അപ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റായി. ഇനി നമുക്ക് ദോശ റെഡിയാക്കാം. ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ നോക്കിക്കോളൂ. ദോശ റെഡി ആയിട്ട് നമുക്ക് ഈ ദോശ മറിച്ചിടെ ഒന്നും വേണ്ട. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ദോശ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇനി ഗോതമ്പ് ദോശ ഇഷ്ടമല്ല എന്ന് പറയുന്നവർ പോലും കഴിക്കൂട്ടോ. അത്രയ്ക്കും ടേസ്റ്റും ഉണ്ടാവും ഈ ദോശ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.